എല്ലാവർക്കും നമസ്കാരം. ജൂലൈ 1 മുതൽ 21 ദിവസത്തിനകം 7 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം സംഭവിക്കും. ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും. ആ നക്ഷത്ര ജാതകർ ആരാണ്? അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ഫലങ്ങളാണ് ലഭിക്കുക? അങ്ങനെ ഒരു ഫലം ലഭിക്കുവാനുള്ള കാരണം എന്താണ്? അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ശനിയുടെയും ബുധന്റെയും രാശിമാറ്റം ചില നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത്. 1199 മിഥുനമാസം 17-ാം തീയതി മുതൽ, അതായത് 2024 ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കാൻ പോകുന്നു. വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. വ്യാഴത്തിൻ്റെയും ശനിയുടെയും ബുധന്റെയും നല്ല ഫലങ്ങൾ ഇവർക്ക് ലഭ്യമാകും. ഇവർ ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടാൻ സാധിക്കും. കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും ഈ നക്ഷത്ര ജാതകർ. കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് ഈ നക്ഷത്ര ജാതകർ. ജീവിതത്തിൽ ഇവർക്ക് കുടുംബം കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ. അങ്ങനെയുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി തന്നെയാണ്. ജീവിതത്തിൽ ആർക്കെന്ത് ചെയ്താലും അത് ഒരു തിരിച്ചടിയാകുക ഇവർക്ക് സ്ഥിരം ഉള്ള പരിപാടിയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരെ ഇവരെ സംബന്ധിച്ച് വന്നു ചേർന്നിട്ടുണ്ട്. ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം 21 ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ആഗ്രഹിച്ച പോലെ എല്ലാ ജീവിത സമൃദ്ധിയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ പോവുകയാണ്. ഇത് അശ്വതിയുടെ നല്ല സമയമാണ്. ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. സമൃദ്ധിയാണ് ഫലം. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്നു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഒരു നല്ല സമയം ഇവർക്ക് പിറക്കുന്നു. ആഗ്രഹിച്ചതൊക്കെ ഇവ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നു. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ഒരു വാഹനം സ്വന്തമാക്കാൻ കഴിയും. ഒരു വലിയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് കഴിയും. നല്ല വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. സൗഹൃദങ്ങൾ വളരെ കുറവായിരിക്കും. എന്നാൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതലാണ്. നല്ല സ്വഭാവമുള്ള ആൾക്കാരുമായി മാത്രമേ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെയേ അവർ നിലനിർത്താറുമുള്ളൂ. കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഇവരെത്തുകയാണ്. ഇവർക്ക് സമൃദ്ധിയാണ് ഫലം. ജൂലൈ മാസത്തിലെ ഫലം പരിശോധിച്ചാൽ ഈ നക്ഷത്ര ജാതകർ ഒരുപാട് സമൃദ്ധിയും ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കും. അടുത്ത നക്ഷത്രം പുണർതമാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ആളുകളുമായി ചേർന്ന് കൂട്ടു ബിസിനസ് ചെയ്യുവാനുള്ള യോഗമുണ്ട്. ഏത് പ്രശ്നത്തിൽ നിന്നും ഇവർ ഈ സമയത്ത് രക്ഷപ്പെടും. നഷ്ടപ്പെട്ട ധനമൊക്കെ തിരികെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ധനം നഷ്ടപ്പെടുവാൻ ഒരുപാട് സാധ്യതയായിരുന്നു ഇവരെ സംബന്ധിച്ച്. അതായത് പല ഘട്ടങ്ങളിലും ഇവർ പല രീതിയിലും പലരെയും സഹായിച്ച് പല രീതിയിലും ധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും. ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുവാൻ കഴിയുന്ന സമയമാണ്. ഇഷ്ടകാര്യങ്ങളൊക്കെ ജൂലൈ 1 മുതൽ 21 ദിവസത്തിനകം ഇവർക്ക് നടന്നു കിട്ടും.
ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഇവരുടെ ഭാവി ജീവിതത്തിൽ സ്ഥിരത കൊടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഇവരുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് സ്ഥിരത കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടുവാനും സാധിക്കും. ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ അനുഭവിച്ചവരാണ്. എന്നാൽ ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് ഇവരെ തന്നെ മാറ്റിമറിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. അടുത്ത നക്ഷത്രം മഖമാണ്. വളരെ ഭാഗ്യമുണ്ട്, ഐശ്വര്യമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. പക്ഷേ ഇവർക്ക് കിട്ടേണ്ട പല നല്ല കാര്യങ്ങൾക്കും തടസ്സമുണ്ട്. ആരെക്കൊണ്ട് നോക്കിച്ചാലും, ഏത് ജ്യോതിഷൻ്റെ അടുക്കെ പോയാലും എല്ലാവരും പറയുന്ന കാര്യമാണ് വളരെ നല്ല സമയമാണ്, വളരെ നല്ല സമയമാണെന്ന് എല്ലാവരും പറയുന്നു. നല്ലതെന്നേ പറയൂ. പക്ഷേ ഇവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ തടസ്സത്തിൽ എത്തുന്നു. അതിനെപ്പറ്റിയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു തടസ്സം, അതെന്താണ്? എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സത്തിൻ്റെ അങ്ങേ അറ്റം. ആ ചിന്തയ്ക്ക് പരിഹാരം കാണാൻ കഴിയും. അതിനായി ചെയ്യേണ്ടത് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ആ കാരണം പരിഹരിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായും അത് മതി, നിങ്ങളുടെ ജീവിതം മാറും. ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണ്. സമയമാകുമ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. അത് അങ്ങനെ തന്നെയാണ്. അതായത് എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരു സമയമുണ്ട് ഇവർക്ക്. എത്ര കഷ്ടപ്പാടിൽ നിന്നാലും ആ ഒരു സമയത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇനി ഇവരുടെ നല്ല സമയമാണ്. അതായത് എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അവ വിട്ടുമാറും. അത്യാവശ്യ കാര്യങ്ങൾ ഈശ്വരകാരുണ്യം കൊണ്ട് നടന്നു പോകും എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. എത്ര തടസ്സമാണെങ്കിലും അതൊക്കെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നടന്നു തന്നെ പോകും. ഇവർക്കിനി നല്ല സമയമാണ്. അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്തത് ചോദ്യമാണ്. ഇവർ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമാണ്. ജോലിപരമായ ബുദ്ധിമുട്ടുകൾ. അത് തിരിച്ചറിഞ്ഞ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക. അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഗ്രഹസ്ഥിതികളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ശരിയായ പരിഹാരത്തിലൂടെ പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകും. നിങ്ങൾ രക്ഷപ്പെടും. 21 ദിവസത്തിനകം നിങ്ങൾക്കൊരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറച്ചു നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു രീതിയിലും നിങ്ങൾക്കൊരു സമാധാനമില്ല, സന്തോഷമില്ല. പ്രയാസം ഇന്ന് മാറും, നാളെ മാറും എന്ന് കരുതി തന്നെയാണ് ഇരിക്കുന്നത്. അവരവരുടെ ഗൃഹസ്ഥിതി പരിശോധിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ പരിഹാരം. അല്ലാത്ത പക്ഷം കുറച്ചുനാൾ കൂടി നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. വളരെ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക. ഏതായാലും 21 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ദേവപ്രീതി കുറവുള്ള സമയമായി കാണുന്നു. നിങ്ങളെ സംബന്ധിച്ച് ദേവപ്രീതി, അതായത് അതിൻ്റെ ഒരു തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞുപോയ കുറേ നാളുകൾ ദേവപ്രീതി കുറവുള്ള സമയമായി കാണുന്നു. പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളിൽ ദേവപ്രീതി കാണേണ്ട സമയം തന്നെയാണ്. ദേവപ്രീതി കാണുന്ന ചില വ്യക്തികളിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതായി കാണുന്നു. കർമ്മത്തിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അവരവരുടെ ഗ്രഹനില പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ആവശ്യകതയുണ്ട്. അതായത് ജാതകം പൂർണ്ണമായും പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടക്കും. ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കുവാൻ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ ഇനി കഴിയും.
അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വരുന്ന 21 ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതം സംഭവിക്കും. അതിവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും, ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.